ലൈവിലുണ്ടോ? recording. Disney എന്തോ ഹായ് ഹായ്. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ലവ് യു ടു. ഭദ്രകാളി ഫുഡൊക്കെ കഴിച്ചു. വർക്കുണ്ട് ചെയ്ത് തീർക്കാൻ, ഉടങ്ങാൻ വെച്ചത്. ഇന്നലെയും മിനിയാന്നും എൻ്റെ മെസ്സേജ് വായിച്ചില്ല. എന്നോട് എടാ ഞാൻ കാണണ്ട എടാ. ഇന്നലെ ഞാനിപ്പോൾ വൈകിട്ടല്ലേ ലൈവിൽ വന്നത്, ഞാൻ കണ്ടില്ല. ഞാൻ ലൈവ് കാണുന്നത് ഖത്തറിൽ ആണ്. താങ്ക് യു. ഒരു ചുംബനം തരുമോ? മുത്തം തരാൻ പാടില്ല എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞു. അതുകൊണ്ട് ഇക്ക മയ്യത്തായ എനിക്കാരും ഉണ്ടാവില്ല. വേണുഗോപാലേട്ടൻ കേട്ടോ. ഹായ്. ആ ചേട്ടൻ ഇന്ന് ഖത്തറിൽ നിന്നാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇതിന് മുമ്പേ ഞാൻ ചോദിച്ചിട്ടുണ്ടായി എവിടെ നിന്നൊക്കെ കാണുന്നതെന്ന് കമൻറ്റ് ഇട്ടു.
ആ പറഞ്ഞാൽ ഡയലോഗ് എന്താ ഉദ്ദേശിച്ചത്? ആ മയ്യത്താവുന്ന പേടിയുണ്ട്. സ്വപ്നത്തിലേ എൻ്റെ ഉമ്മൂമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മുത്തുമണി എന്തോ വേണുഗോപാലേട്ടാ, മുത്തുമണി നല്ല ഭംഗി, താങ്കോ നാവ് കാണിക്കോ, നാവിൻ്റെ നീട്ടം നോക്കാനാ. ഞാൻ നാട്ടിൽ നിന്നാണ് ലൈവ് ആടുന്നത്, ഞാൻ നാട്ടിൽ നിന്നാണ് ലൈവ് ചെയ്യുന്നത്. ഇന്നൊരു രസവുമില്ലാതെ എന്നെ കാണാൻ. ഞാൻ എന്ത് സാമ്പാറിനുള്ള രസമോ. നാട്ടിലെവിടെ? നാട് കോഴിക്കോട്. നമ്മളെ കോഴിക്കോടത്താണ്. ഹലോ മുത്തേ, ഹായ് മുത്തേ. കോഴിക്കോട് സുഖാണോ എൻ്റെ പൊന്നു മോളെ? എന്തേത്താണ് വേണുഗോപാലേട്ടാ? ചേച്ചിയുടെ ഫോണിലുണ്ട്. എന്ത്? എൻ്റെ ഫോണിൽ എന്താ ഉള്ളത്? കോഴിക്കോട് എവിടെ? കോഴിക്കോട് കൊയിലാണ്ടി. സുന്ദരിയായിട്ടുണ്ടല്ലോ. ഒരാൾ പറയുന്നത് എന്നെ കാണാൻ ഭംഗിയില്ല, അത് വേറൊരാൾ പറയുന്നത് എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന്. ഞാൻ എന്തോ വിശ്വസിക്കണ്ടേ? എവിടെയൊക്കെയാ ജസ്റ്റ് എനിക്ക് ഞാൻ തന്നെ തോന്നുന്നു. എവിടെയൊക്കെയോ ചിലപ്പം എൻ്റെ പെരുമാറ്റങ്ങൾ അങ്ങനെ ആയിരിക്കും, അമ്മയെ അറിയില്ല. ഒരാളെ പോലെ 9 പേരുണ്ട്. മറ്റേ വിള എന്തായാലും രേണു തലയിൽ കൊണ്ടത് ഒരാളെ പോലെ 9 പേരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. എടോ, പലരുടെ ജീവിതവും നോക്കുമ്പം നമ്മളെയൊക്കെ കണക്ട് ചെയ്തിട്ട് പോകും പോലെ തോന്നും. മൂക്കുത്തി സൂപ്പർ. ഇതൊക്കെയാ സുഖല്ലേ? അതെ. നീ ഏതാന്നാണോ ഉദ്ദേശിച്ചത്? മൂക്കിൽ നിന്നും എന്താ വരുന്നത്? ഞാൻ പറഞ്ഞു തരട്ടെ എന്താ വരുന്നതെന്ന്. താഴെ മുഖത്തിട്ട് ഞാൻ എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കുത്തിയതാണ്. വെഡ്ഡിങ് കഴിഞ്ഞോ? തൻ്റേതല്ലാത്ത കാരണവശാൽ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആരിത്? വരിമള്ളിയിലെ മീനാക്ഷിയാ? അല്ലെന്ന് പറയാൻ, മീനാക്ഷിയെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കഴിച്ചോ? ഹായ് സിസ്റ്റർ, നൈസ് ഡിയർ ഫാൻസ്. എടാ എവിടെ പറ്റിയേക്ക്? എന്താ എടാ കുത്തിപ്പോയിഞ്ഞോ? വെള്ളം കുടിച്ച് അത് കോച്ചിപ്പോയതാടാ. കോച്ചിപ്പോയി ഉണ്ടാവും കാല്. ഉമ്മക്കൊക്കെ ഉണ്ടാലുണ്ട്. ഉമ്മ അന്ന് ലുലുമാളിന്ന് കാല് കളിച്ച കണ്ടില്ലേ? നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റൂല. അതേപോലെ മസിൽ കയറുന്നതാണ്. എൻ്റെ മോൻ്റെ കാല് കോച്ചിപ്പോയി നിന്ന്. മൂക്കുത്തി നല്ല രസമുണ്ട് കാണാൻ. കൃഷ്ണനെ വിട്ട് കാശായ തന്തയും തള്ളയും. ആയിടാ, കുറച്ചങ്ങോട്ട് തരട്ടെ സലീന. ഈ സലീന ദിവസവും വരുമല്ലോ കൊണയടിക്കാൻ. എണീക്കിടി. എന്തുവാടാ? കൂട്ടാക്കാലോ അനു? ഞാൻ വായിച്ചു വയ്ക്കുന്നത് എന്താണ്. നിങ്ങളെ ജോലിക്ക് പോയില്ലേ? എൻ്റെ ജോലി ഇവിടെ തന്നെയാണ്. അതെ, പശുവിന് കുത്തുന്നത് പോലെയാണ്. പശുവിന് മൂക്ക് കയറിടും പോലെ മനുഷ്യന് മൂക്ക് കയറിടുന്നത്. ദാറ്റ്സ് ഓൾ. ഞാൻ കുളിച്ചിട്ട് വരാം. കുളിക്കണ്ടേ? എന്താ ജ്വല്ലറിയുടെ എടപ്പൈ
പരസ്യമാണോ? അതെ, ഫ്രാൻസിസ് ആലുക്കാസ്. അരുൺ അല്ല, നിൻ്റെ ആരാ അരുൺ? ആരാന്നിപ്പോൾ പറയാൻ സൗകര്യമില്ല. ഞാൻ കുളിച്ചിട്ട് വരാം. ഷഹനാസ് ബീഗം. ഷഹനാസെ, ഇനി കുളിക്കുന്നുണ്ട്, എനിക്കവിടെ പോയി കുളിച്ചാൽ പോരെ? ഞങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? വൃത്തികേട് തോന്നുന്നവർക്ക് വൃത്തികേടായിട്ട് തോന്നിക്കോട്ടെ. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം മൂക്കുകുത്തി അതിന് മൂക്കുത്തി വിട്ട് അതെനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് മാറ്റാനും ഇതാക്കാനും താല്പര്യമില്ല കേട്ടാ. തട്ടമിട്ടുകൂടെ? ഒറ്റ തട്ടവും ഇല്ലടേ. ഒരു തട്ടം കിട്ടാൻ ഞാൻ ഇത്ര ആശിക്കുന്നതെന്നറിയോ? ഒരു തട്ടം മേടിച്ചു തരുമോ? അരുൺ തീവ്രവാദി. അതെ, അങ്ങനെ തോന്നിയോ? അല്ലെന്ന് പറയാൻ തീവ്രവാദിയെ ഇതിനു മുമ്പ് കണ്ട് പരിചയമില്ലല്ലോ. ഇല്ലേ ചേച്ചി? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കാൻ ആരാന്ന് എനിക്കറിയില്ല. ചേച്ചി അറിയുമല്ലോ. കമ്മൽ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. കസ്റ്റമൈസേഷൻ ചെയ്യിച്ചിട്ട് ഉണ്ടാക്കിച്ചതാണ്. സുഖാണോ? അതെ 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 അതെ. 915 ആൾക്കാരെൻ്റെ ലൈവ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയുമോ എന്നുള്ളത്. അയ്യോ ലവ് യു ചേച്ചി. ഒരു ദിവസം മാനന്തവാടി വായോ? ഇന്ന് അരുണ് മാനന്തവാടി റൂട്ടിലാന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണെന്നോ? എന്തെങ്ങനെയാണ്? വൃത്തിയില്ലാത്ത സാധനം, നാറ്റം. എടാ, ഞാൻ ഇവിടെ നിന്നിട്ട് നിനക്ക് അവിടെ മാറുന്നോടെ? നിന്റെ മൂക്ക് വല്ലാത്തൊരു മൂക്ക് തന്നെയാണല്ലോ. നിനക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ബാക്കിയും പറ. എന്നെ അറിയോ? ഓരോരുത്തർ ചോദിക്കുന്നത് എന്നെ അറിയോ എന്നെ അറിയോ എന്നറിയോ. ഞാൻ എങ്ങനെ പറയാനാ അറിയുമെന്ന്? അല്ലെ പ്രൊഫൈൽ വേണം, അല്ലേ ആരാന്ന് പറഞ്ഞു തരണം. ഇത് രണ്ടും ഇല്ലാതെ എന്നെ അറിയുമെന്ന് ചോദിച്ചു ഞാൻ എന്നാ പറയാനാ പിള്ളേരെ? സബ്സ്ക്രൈബ് എങ്ങനെ ചെയ്യും എൻ്റെ പൊന്നാര മക്കളെ? അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്നും അങ്ങ് തൊട്ട് കൊടുത്താൽ മതി. ആ മൂക്കുത്തിയോട് ഭംഗിയുണ്ടോ? ഞാൻ മലപ്പുറം, ഞാൻ കോഴിക്കോട്. നമ്മളൊരു ദിവസം താമരശ്ശേരി സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. താമരശ്ശേരി സ്റ്റേഷനിൽ പരിചയപ്പെട്ടതാരാ? അറിയില്ല കുട്ടിയെ. വയനാട്ടിൽ യേശുവിൻ്റെ ചിത്രം വരയ്ക്കോ ചേച്ചി? പ്രൊഫൈലുണ്ട്, എൻ്റെ പേര് ഉണ്ട്. പറ, എന്നെ അറിയോ? ജയകുമാർ. പിന്നെ അറിയാണ്ടോ? ജയകുമാറേട്ടനല്ലേ? തിരുവനന്തപുരം വന്നിട്ടുണ്ടോ? എങ്കിൽ വരുന്നുണ്ടോ? എങ്കിൽ കാണൂ. എനിക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരണമെന്നുണ്ടായിരുന്നു. ഉത്സവം എങ്ങാണ്ട് കൊടിയേറിയില്ലേ? പത്മനാഭൻ്റെ മണ്ണേരി. സുന്ദരിയാണ്. താങ്ക് യു. വീട്ടിൽ കൂടാൻ പറയും. വീട്ടിൽ കൂടി പറയും, എനിക്കറിയില്ല. ചേച്ചി ഇപ്പം മുസ്ലിമോ ഹിന്ദുവോ? ഞാനിപ്പം മനുഷ്യനാണ്, മതമില്ലാത്ത മനുഷ്യൻ. അതിനേക്കാട്ടിലും സുഖം തരുന്നൊരു ലൈഫ് വേറെ എവിടെയും കിട്ടത്തില്ല പിള്ളേരെ. ഇത് മതത്തിൻ്റെ
ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ശ്വാസം മുട്ടും, ശരിക്കും മുട്ടും. ചേച്ചി ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ പോലും ഇല്ല. അല്ല, ഇതിലേക്കാണ് മെസ്സേജ് അയച്ചത്. ഇതിലും ആണെങ്കിൽ ഇതിങ്ങനെ സ്പീഡിൽ പോകും, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ സ്ക്രീൻ ഇങ്ങനെ സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ നിർത്തി നിർത്തി വായിക്കാൻ എനിക്കറിയില്ല. പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചു. കൊയിലാണ്ടി എവിടെയാണ്? കൊയിലാണ്ടി കുറുവങ്ങാടാണ്. അപ്പം കണ്ണന് ഹിന്ദു അല്ലേ? കണ്ണന് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് കണ്ണൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ ചോദിക്കാത്തത് കൊണ്ട് കണ്ണന് ഹിന്ദു ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ചോദിച്ചു നോക്കിയാലോ? എവിടെയും പറയുന്നു. കണ്ണാ നീ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ? ചോദിച്ചു കേട്ടോ, മറുപടി ഇപ്പം തരാവേ. സജു സിസ്റ്റർ, ഷീസ് മൈ കണ്ണൻ. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ജസ്റ്റിൻ ചേച്ചി, അനീഷ് അമ്മു, അമ്മയോട് പറഞ്ഞാൽ പോരെ? എവിടെയോ കിടക്കുന്ന പെൺപിള്ളേരോട് പറയണോ? ചോദ്യത്തിന് കളിയാക്കിയാണോ ഉത്തരം പറയുന്നത്? ഞാനിപ്പോൾ എന്താ ഇപ്പം കളിയാക്കിയത്? കണ്ണൻ ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ണനോട് ഇതുവരെ മതത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കണ്ണൻ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല കേട്ടോ. നല്ല ആർട്ടിസ്റ്റാണല്ലോ. താങ്ക് യു. എന്താ പേര് എന്നാണോ ചോദിച്ചത്? എന്താ പേര്? പക്ഷേ സെലിംകുമാർ ചോദിക്കുന്നതിൻ്റെ അതിൽ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ഫോൺ നമ്പർ അയച്ചു തരുമോ? മലയാളത്തിൽ തരുമോന്നോ? എന്തുവാ ഉദ്ദേശിച്ചത് സീമ? നീ തട്ടമിട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. നീ ചെയ്യണമെന്നില്ല. എനിക്ക് ഏകദേശം 61,000 അങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്കത് മതി കേട്ടാ. അരുണിൻ്റെ പ്രൊഫൈൽ ഇട്ടത് അരുണിനോട് ഇഷ്ടമുള്ളത് കൊണ്ട്, സലീമിൻ്റെ പ്രൊഫൈൽ ഇടാത്തത് സലീമിനോ ഇഷ്ടമല്ലാഞ്ഞിട്ട്. മനസ്സിലായില്ല? ഒന്ന് നല്ലത് പറഞ്ഞുകൂടെ ആൾക്കാരെ കൊണ്ട്? ഞാൻ രാവിലെ ഒരു 7:45 എഴുന്നേറ്റ് ഞാൻ ലൈവിൽ വന്നിട്ട് പറയാം, എന്നെക്കുറിച്ച് ഇന്നൊന്ന് നല്ലത് പറയോ, എന്നെക്കുറിച്ച് ഇന്നൊന്ന് നല്ലത് പറയോ എന്ന് ചോദിച്ചിട്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. അവർ പറയോ എന്നുള്ളത് അറിയില്ല. ഇനി അഥവാ പറഞ്ഞിട്ടില്ലേ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നോട്ടെ? മാണ്ട, നിങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാനിങ്ങനെ തന്നെയാണ്. ഇനി വന്ന് കാണാൻ മാത്രമൊന്നുമില്ല. സംഖ്യകളെക്കുറിച്ച് 2 വാക്ക്. ഇത്രയേ പറയാനുള്ളൂ. മതത്തെ പറയാതെ പോടി. നമ്മൾ പറഞ്ഞ മതം, നമ്മൾ പറഞ്ഞ മതത്തിനെ പറ്റി കുറ്റം പറയാം. നിങ്ങൾ പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പാത തെളിയിക്കുക. എന്തല്ലേ? കൊള്ളാം മീപ്പം പാപ്പച്ചി. ബിഗ് ബോസിൽ പോകും. ആര്?
പേടിയാണോ സംഖ്യകളെ? ഈ സംഖ്യയൊന്നുമില്ല, സഞ്ചിയൊന്നുമില്ല കേട്ടോ. അപ്പം കണ്ണൻ ആരാണ്? അത് വിശ്വാസം അല്ലേ? മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചെന്ന്, കുട്ടി ഉദ്ദേശിച്ചെന്ന്. സൗമ്യക്കെന്താ? വരുണിനെ ബസ്സിൽ വെച്ച് കണ്ടു. ഓക്കെ. ഹസ്ബൻഡ് ദുബായിലാണോ? അതെ. കണ്ണൻ ദൈവമാണോ? അതെ, കണ്ണൻ ദൈവമാണ്. കണ്ണൻ ദൈവമല്ല എന്നാരും പറഞ്ഞില്ലല്ലോ. എന്താ കയറുന്നിസ. ഓ, കയറുന്നിസ നിനക്ക് പ്രൊഫൈലുള്ളതല്ലേ? ഇതിനുള്ള മറുപടി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. കയറുന്നിസ, നല്ല പേര്. കെട്ടിയോൻ വരുമ്പോൾ മിഠായി തരുമോ? മിഠായി അങ്ങനെ കൊണ്ടുവരാറില്ല, കൊണ്ടുവന്ന് തരാം കേട്ടോ. ഞാൻ വന്നു കേട്ടോ. ആയിക്കോട്ടെ. ഹായ്, സുഖാണോ? അതെ. എത്ര മക്കളുണ്ട്? എനിക്ക് 2 പേരുണ്ട്. എന്നെക്കാട്ടിയും വലിയ രസമാണോ എൻ്റെ മറുക് കാണാൻ? ഇവർക്ക് എന്താണ് പറയേണ്ടത്? കണ്ണൻ ഏത് മതത്തിലുള്ളവരാണ്? കണ്ണനെ ഏത് മതത്തിലുള്ള ആൾക്കും വിശ്വസിക്കാം. കണ്ണൻ പറഞ്ഞിട്ടില്ല എന്നെ മതസ്ഥർ മാത്രമേ വിശ്വസിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. കണ്ണൻ ആരെയും നരകത്തിലെ തീക്കൊള്ളിയാക്കി മാറ്റിയിട്ടില്ല. പാലും തേനും ഒഴുകുന്ന പുഴ തരുമെന്ന് പറഞ്ഞിട്ടില്ല. ഹൂറിമാര തരാമെന്ന് കണ്ണൻ പറഞ്ഞിട്ടില്ല. കണ്ണൻ ആർക്ക് വേണമെങ്കിലും സ്നേഹിക്കാമെന്ന് കണ്ണൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ണൻ്റെ കഥ പറഞ്ഞപ്പോഴാ, കണ്ണൻ്റെ കഥ പറയുമ്പോൾ കണ്ണനെ വരയ്ക്കുന്നതിനോട് എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ മെസ്സേജായി, ഞാനതൊന്നും വായിക്കാണ്ട് നിൽക്കും. അപ്പം നിങ്ങൾക്കൊരു ദേഷ്യം പിടിക്കാൻ വരും. അപ്പം നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ആ ദേഷ്യം ഞാൻ ഒന്ന് കാണട്ടെട്ടാ. ദിസ് ഇസ് കണ്ണൻ. ലാസ്റ്റ് ഫൈനൽ കോട്ട് ബ്ലൂവും കൂടി എനിക്ക് അടിക്കാനുണ്ട്. അതും കൂടി അടിച്ചാൽ കണ്ണൻ ഫിനിഷായി. എന്നിട്ട് വേണം എനിക്ക് ഒന്ന് കിടന്ന് ഉറങ്ങാൻ. വേറൊരു കണ്ണിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അത് മാത്രം വെച്ചിട്ട് കണ്ടു നമ്മൾ ഒരേ സമയം 3 ഫോട്ടോസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞാൻ ആരുടെയും കമൻറ്റുകൾ വായിക്കുന്നില്ല. അപ്പം നിങ്ങൾ കമൻറ്റുകൾ അയച്ചിട്ട് ഞാനത് വായിക്കാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യം വരാനില്ലേ? ആ ദേഷ്യം നിങ്ങൾ വേഗം കാണട്ടെ ഞാൻ. കാരണം നിങ്ങളോട് ലൈവൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കിടക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. മൈഗ്രെയിൻ ഉള്ളതാണ്. പോരാത്തതിന് എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഏകദേശം 750 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസിൻ്റെ ഫൈനൽ ഘട്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 750ാമത്തെ ഫോട്ടോ ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് സാരം. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഓർഡറുകൾ എനിക്ക് സ്വീകരിക്കാനും വരയ്ക്കാനും തുടങ്ങാനും.
ഇത് മാത്രമല്ല കേട്ടോ, കുറേ ചെറുതൊരു 4 ഉണ്ട്, വലുതൊറ്റൊന്നുണ്ട്. ഇതെല്ലാം കൂടിയും തിങ്കളാഴ്ച അന്ന് കൊറിയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തം അവിടെ തീർത്തെടുക്കുകയാണ്. നീ വരാൻ നിൽക്കല്ലേ, കുറച്ച് പിടിച്ചിരിക്കും. ഇപ്പം അങ്ങനെയാണ് ഗൈസ്. ഇപ്പം കഴിയും കേട്ടോ. ചിലർ കമൻ്റ് ഇടുന്നത് കാണാം, ഞാൻ ബ്രഷ് പിടിക്കുന്നത് കണ്ടാൽ അറിയാൻ പോലും ഞാനല്ല വരയ്ക്കുന്നത്. കുളിക്ക് പോയത് റെഡിയായോ? കുറച്ചും കൂടി ഒന്ന് കണ്ണിന് ഫോക്കസ് ചെയ്യും. എൻ്റെ മകന് ക്യാമറ സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, താങ്ക് യു. ആരും അയക്കുന്ന കമൻറ്റുകളും ഞാൻ വായിക്കുന്നില്ല. ഞാൻ വായിക്കുമെന്ന് വിചാരിച്ചിട്ട് തെറിയൊന്നും പറയാനും നിൽക്കണ്ട. കാരണം കണ്ണനെ കാണുമ്പോഴേക്ക് ചിലർക്ക് ഒരു തെറി വിളിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പറയാണ്, ആരും തെറി വിളിക്കാനും പോകണ്ട, ഞാൻ വായിക്കുന്നില്ല. ഈ FM കണ്ടിട്ടുണ്ടോ? അല്ല, കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ FM-ന് പ്രത്യേകതയുണ്ട്. നമുക്ക് പറയാൻ പറ്റൂല, പറയുന്നത് അങ്ങ് കേട്ടോളണം. അതേപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടോളണം, നിങ്ങൾ പറയുന്നത് വായിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന്. ഫിനിഷിങ് ഘട്ടത്തിലേക്കാട്ടോ കണ്ണം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുവാ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മളോട് സ്പ്രെഡായി പോകും. ആ സ്പ്രെഡാവുന്ന സ്ഥലം ഒന്ന് ക്ലിയർ ആക്കുകയാണ്.
ഇതിൽ ഈ കാണുന്ന എത്ര ആൾക്കാർ ചിത്രം വരയ്ക്കുമെന്ന് എനിക്കറിയില്ല. വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടായിട്ടൊരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈമലും എവിടെയും ഒരു തരി പെയിൻറ് പോലും ആക്കാതെ വരയ്ക്കാൻ, പെയിൻറ് ചെയ്യാനുള്ള ഇത് നിങ്ങൾക്കുണ്ടോ? അല്ല, ഒരു ചിത്രകാരി പറയുകയെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഫൈനൽ ഇതാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളെന്നും ലാസ്റ്റ് ഘട്ടമാണ് മക്കളെ, തലവേദനയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ കൈമലൊക്കെ പെയിൻ്റ് ആയിട്ടോ. അപ്പോൾ ഒരു ചിത്രകാരി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല. സ്ത്രീ എന്ന് വിളിക്കുമ്പം അവൾ പൂർണ്ണരൂപിതയായിരിക്കും. പൂർണ്ണരൂപിതയല്ലാത്ത ഒരാൾ പറയണം. അപ്പം പൂർണ്ണരൂപിതയല്ലാത്ത ഒരാൾ പറഞ്ഞൊരു സംഭവം. ഈ ഒരു പൂർണ്ണരൂപിത ആവുക ഒരു സ്ത്രീ എപ്പോഴാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് കൈമലും മേലും എവിടെയും ഒരു സ്ഥലങ്ങളിലും പെയിൻ്റ് ആവാതെ ചിത്രം ഫിനിഷ് ചെയ്യാൻ പറ്റും പോലും ഒരു ചിത്രകാരന്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഞാൻ അങ്ങനത്തെ ഒരു ചിത്രകാരനല്ല. അതുകൊണ്ട് ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഗുരുവായൂർ ലേറ്റസ്റ്റ് പേജ് അറിയുമോ ചേച്ചി? അറിയാലോ. ആദ്യമൊക്കെ എൻ്റെ ഒരുപാട് വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു പയ്യന് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. PM കൊടുത്ത സമയത്ത് പോലും അവർ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കറിയത്തില്ല. അതിന് വരയ്ക്കാതിരുന്നാൽ മതി. അതെന്നോടല്ലല്ലോ പറയേണ്ടത്. എവിടെയും പെയിൻ്റ് ആവാതെ വരയ്ക്കാൻ പറ്റും എന്ന് പറയുന്ന ആളോടാണ് പറയേണ്ടത്. കണ്ണൻ്റെ വേറെ ഫോട്ടോ വരച്ചൂടെ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. അങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രം കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ വീടാണ്. ഇത് ഞാൻ വരച്ച കണ്ണൻ്റെ വേറെ രൂപമാണ്. ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണന്. ഇത് ഞാൻ വരച്ചതാണ്. ഇത് ഞാൻ വരച്ചത് കണ്ണൻ്റെ വേറെ രൂപമാണ്. അത് രണ്ട് കണ്ടില്ലേ? ഇത് ഞാൻ വരച്ചത് വേറെ രൂപമാണ്. അപ്പം 3 രൂപങ്ങൾ കണ്ടില്ലേ? 4ാമത്തെ ഈ കണ്ണൻ. ഇത് ഞാൻ സ്ഥിരം വരയ്ക്കുന്ന കണ്ണൻ. ഇത് ഞാനിപ്പോൾ വരച്ചതിനെക്കാട്ടിലും വലിയ ഫോട്ടോ കേട്ടോ. വലിയ സൈസാണ്. ഈ സൈസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് നിന്ന് കാണിച്ചേക്കാം. വലിയ സൈസാണ് ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? കുഞ്ഞു സൈസാണ് ഞാനിപ്പോൾ വരച്ചത്. അപ്പോൾ കണ്ണൻ്റെ വേറെയും ഫോട്ടോസ് വരച്ചൂടെ ചേച്ചി എന്ന് ചോദിച്ച ആളോട് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലെ ഫോട്ടോ കളക്ഷൻസാണ്. വേറെ ഉണ്ട് കേട്ടോ, ഫിനിഷ് ചെയ്യാത്തത് ഒരുപാട്. പക്ഷെ പലരും എന്നോട് ഈ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലരും പറഞ്ഞൊരു ഡയലോഗുണ്ട്, അവൾ ഭയങ്കര കൃഷ്ണഭക്തിയാണ്, പക്ഷെ അവളുടെ വീട്ടിലൊരു കൃഷ്ണനെ പോലും അവൾ വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ എവിടെയോ കിടക്കുന്ന തിരുവനന്തപുരത്തും തലശ്ശേരിയൊക്കെ കിടക്കുന്ന ആൾക്കാർ ഇവിടെ കുതിർന്ന് പറയും അവൾ പിന്നെ അവളുടെ വീട്ടിൽ ഒരു കൃഷ്ണനെ പോലും വെച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ വെച്ചിക്കോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എൻ്റെ വീട്ടിലൊന്ന് കാണണം. അത് വിനുവാണ്. പേജ് ഹാക്കായി പിന്നെ തിരിച്ചു കിട്ടി. അപ്പോൾ പോസ്റ്റ് കുറേ കോപ്പി. ഓക്കെ വിനു, മനസ്സിലായി. അപ്പം അങ്ങനെയാണ്. ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾറെഡി ഇപ്പം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. എൻ്റെ ഈ ഫോണിൽ എനിക്ക് കാണാൻ പറ്റും. ഏകദേശം 100 ആൾക്കാരിൽ പുറത്ത് ആൾക്കാർ, 100ലും കൂടുതൽ ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോടുകൂടെ ചെയ്തു. 100 ലൈക്ക് കിട്ടി.
ഞാൻ വരയ്ക്കാറുള്ള ആളോടൊന്നും ചോദിക്കട്ടെ, പെയിൻറ്റ് കൈമലാവാതെ വരയ്ക്കാൻ പറ്റുമോ? ചേച്ചി മുസ്ലിമാണോ ഹിന്ദു ആണോ? ഞാൻ മനുഷ്യനാണ്. മുസ്ലിമും അല്ല ഹിന്ദു അല്ല, ഞാൻ മനുഷ്യനാണ്. മതത്തിൻ്റെ വേലിക്കെട്ടില്ലാത്ത മനുഷ്യൻ. നിങ്ങളുടേതാണോ പേജ്? എനിക്കറിയില്ല. അവരായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ഇടാറ്. ഗുരുവായൂർ ഞാൻ വരുന്ന സമയത്ത് അവർ തന്നെ ക്യാമറയൊക്കെ കൊണ്ടുവന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിൻ്റെയും മനസാക്ഷിയുടെയും മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് കണ്ണനോടായാലും ജനങ്ങളോടായാലും ഭക്തരോടായാലും ആരോട് തന്നെ ആയാലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം പലർക്കും പലരുടെ കണ്ണിലും ഞാൻ തെറ്റുകാരിയാണ്. അത് ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്ന കാഴ്ചയിലല്ല നിങ്ങൾ തിരിച്ചെന്നെ കാണുന്നത്. ഞാൻ നിങ്ങളെന്നെ ഒരു സുഹൃത്തായിട്ടായിരിക്കും ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സുഹൃത്തായിട്ടായിരിക്കും. പക്ഷെ തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് ചിലപ്പം നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു 99% ആൾക്കാരും തിരിച്ചെന്നെ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നത്. അത്രയും തെറിവിളിയും തോന്നിയാസമൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം അതേപോലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് പലർക്കും എൻ്റെ കാര്യത്തിൽ വന്നത്. പക്ഷേ നമുക്ക് എന്തും മനസ്സിലാക്കിപ്പിക്കാം. നമ്മളിപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ പഠിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു കണക്ക് കൂട്ടലെങ്കിലും തെറ്റിപ്പോയാൽ നമുക്കത് തിരുത്തി കാണിച്ചു കൊടുക്കാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ, ഒരു മനുഷ്യരുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മളൊരു തെറ്റുകാരിയായി അവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ തെറ്റിദ്ധാരണ എങ്ങനെ നോക്കിയാലും മാറ്റാൻ പറ്റില്ല. എങ്ങനെ ഏത് തല കുത്തനെ നിന്നാലും നമുക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റില്ല. നേരെ മറിച്ച് വേറെ എന്ത് കാര്യവും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പഠനത്തിലായാലും ഇവരിപ്പം ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് പറ്റിയിട്ടില്ലേ, നമുക്ക് ഷേപ്പ് ചെയ്തിട്ടിടാനെങ്കിലും പറ്റും അല്ലേ? പക്ഷെ അത്രമേൽ ആ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. സൗമ്യ മാല ഞാൻ തരാം. ഏത് സൗമ്യക്ക് ആരാ മാല കൊടുക്കണ്ടേ? ഗുരുവായൂർ ഓക്കെ, എനിക്കറിയില്ല. ഇപ്പം നിഖിൽ പറഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത്. നിഖിലാണോ മുല്ലപ്പൂ ഷോപ്പ് നടത്തുന്ന ആൾ? നിഖിലാണോ? എനിക്കറിയില്ല. ഞാൻ ഇവനായിട്ട് അങ്ങനെ ഇവനായിരുന്നല്ലോ എൻ്റെ എല്ലാ എന്തൊരു വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ആ പയ്യനായിരുന്നു പോസ്റ്റ് ചെയ്യൽ. അപ്പം എന്നോട് ഒരുപാട് ഫോട്ടോ മേടിച്ചൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഈ ചേട്ടൻ്റെ വൈഫിനൊരു ഫോട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓക്കെ, ഇപ്പം മനസ്സിലായി. മുല്ലപ്പൂ എനിക്കൊരു കുഞ്ഞു കണ്ണനെ ഗിഫ്റ്റ് ചെയ്ത ചേട്ടൻ. ആ കണ്ണന് ഇപ്പം ഇവിടെയല്ല കേട്ടോ, അരുണിൻ്റെ വീട്ടിലുണ്ട്. അമ്മ അതെനിക്ക് തരൂല എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ കണ്ണനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാലേസിയുടെ ലസിച്ചുള്ളി കുറച്ച് ചെറുങ്ങിപ്പോയി. ഏതായാലും നിഖിലെന്ന് പറഞ്ഞ ആളോട് ഒരുപാട് താങ്ക്സ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്തോ തെറ്റിദ്ധാരണ, അല്ല എന്നോട് എന്തോ ദേഷ്യമുണ്ടായിട്ടാണ് എൻ്റെ വീഡിയോസോ എൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാത്തത്. കാരണം ഞാൻ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കാരണം, അല്ലാതെ ഞാൻ കാരണമല്ല. ഞാൻ ഒരിക്കലും ഉയർന്നു വന്നതല്ല, എന്നെ ഉയർത്തി കൊണ്ടുപോകുന്നതാണ് എല്ലാവരും. അപ്പോൾ കൊണ്ടുപോകുന്ന ഓരോ കൈകളും എനിക്കറിയാവുന്നതാണ്. അതിലൊരു കൈയാണ് നിങ്ങളുടേതും. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോടെന്തോ വിരോധമുണ്ടായിരിക്കും എന്ന് കരുതിയാതാട്ടോ ഈ നിമിഷം വരെ. ഇപ്പോഴാണ് തെറ്റിദ്ധാരണ മാറിയത്. തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതാണ്
ഏറ്റവും വലിയ പാടുള്ള കാര്യം. വേറെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും, എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടോ, ആ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റിയെടുക്കാനേ പറ്റില്ല. ഇപ്പം നമ്മൾ എത്രമേൽ മാറ്റി കൊടുത്താലും ഒരു ചെറിയൊരു കളങ്കം അല്ലെ ചെറിയൊരു കറ അവിടെ കിടക്കും. എനിക്ക് ജസ്റ്റ് ഞാൻ മോളെ കാണണം, അതാ കണ്ടോണ്ടിരിക്കല്ലേ, ഇതിലൊക്കെ കൂടുതൽ ഇനി എന്താ കാണാനുള്ളത്? ഇതേ കണ്ടോണ്ടിരിക്കുക. ഒരു മാല തരുമോ ചോദിക്കരുത്. ഫാൻസിയൊക്കെ ആയിരുന്നേ ഞാൻ ഒന്നല്ല 9 എണ്ണം തരുമായിരുന്നു. ഇത് തന്നാൽ ഞാൻ പലരോടും ഉത്തരം പറയേണ്ടി വരും. ദേ അടുത്ത ആള് ഖദീജ. നീ ഇസ്ലാമാണോ? എൻ്റെ വല്യമ്മയുടെ പേരായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ പാപ്പയുടെ അമ്മയുടെ പേര് ഖദീജ എന്നാണ്. കാതിൽ സ്വർണമാണോ? അതെ, ഞാൻ ഫുൾ സ്വർണം. ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഏതോ ജ്വല്ലറിയുടെ പരസ്യമാണോ എന്ന്. $35 പവനുണ്ടോ? എനിക്കുള്ളത് ആകെ 7 പവൻ. ഞാൻ ഈ 35ൻ്റെ കണക്ക് എന്താണെന്നറിയോ? ഒരാളോടുള്ള വാശിയായിരുന്നു. ഒരാൾ എന്താ പറയുക, നമ്മൾ താലി കെട്ടും എന്നൊക്കെ പറയില്ലേ, പണ്ട് കാലത്ത് കേട്ടോ, എപ്പോഴാണെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് മഹറായിട്ട് 35 പവൻ തരും എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അപ്പം അവൻ തന്നിട്ടില്ലേ എന്താ, എനിക്ക് മഹർ ഉണ്ടാക്കാനല്ല, എനിക്ക് 35 പവൻ ഉണ്ടാക്കാനാവില്ലേ എന്നുള്ള ഒരു വാശിയായിരുന്നു കുട്ടിക്കാലത്ത്. ഏത് കാലത്ത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ കാലം പറഞ്ഞാൽ ശരിയാവില്ല. കാലം എപ്പോഴും വിഷയമാണ് എല്ലാവർക്കും. അങ്ങനെയാണ്. ഹായ്, തലയിൽ തട്ടുണ്ട്. ഇവിടെ ഒരൊറ്റ തട്ടവും ഇല്ലടേ, തട്ടില്ലാത്തതുകൊണ്ടാണ് അത് സത്യം. എന്താ ഉപയോഗം സത്യം? ഫുഡ് കഴിച്ചോ? കഴിച്ചു. നീ കമൻ്റ് പറയാതെ വിരലൊടിഞ്ഞു. എന്തല്ലേ ചേച്ചി, നിങ്ങളെ കൊണ്ട് തോറ്റു കേട്ടോ. ഞാൻ ഈ കമൻറ്റ് വായിക്കും, നിങ്ങൾ വാഴ കുത്തിട്ട് വായിച്ചു നോക്കി, വായിക്കാൻ പറ്റിയ കമൻറ്റുകളും തോന്നി. സ്വർണം ഭയങ്കര വിലയാണ്. ഇപ്പം 2-3 ദിവസമായി ഭയങ്കര ഇടിവാണ്. ഞാൻ പറയും, ആദ്യമൊക്കെ പറയായിരുന്നു 50,000 വേണം 10 പവൻ വിൽക്കാനെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, 1 ലക്ഷം ആവട്ടെ എന്നിട്ട് വേണം 10 പവൻ വിൽക്കാൻ. 10 പവനായിട്ട് വിറ്റാണല്ലോ. ധനീഷ്, എനിക്കിഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ, മതമല്ല ഞാൻ മതത്തിൻ്റെ വേലിക്കെട്ടിൽ ജീവിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ ജൂൺ 1 വരെ മതത്തിൻ്റെ വേലിക്കെട്ടിലായിരുന്നു ഞാൻ ജീവിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ മതത്തിൻ്റെ വേലിക്കെട്ടിലല്ല. എൻ്റെ പാദസരം മാറ്റി ഫോട്ടോ ഇട്ട് തരണേ ഇല്ലത് ചേച്ചിയെ. ഉമ്മ കൊണ്ടുവന്ന് മിച്ചർ തീർന്നോന്ന്. എൻ്റെ പൊന്നേ ഇല്ലടേ. ഇപ്പോഴും ലേസ് നുറുക്കൊക്കെ കഴിച്ചു, ബ്രെഡ് കഴിച്ചു, പിന്നെ എന്തെങ്കിലും കപ്പ് കേക്ക് അപ്പം തന്നെ തീർന്നിക്ക്. മിച്ചർ അതേപോലെ അവിടെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഉമ്മ കൊണ്ടുവന്ന് മിച്ചർ കഴിച്ചോ. അപ്പം എന്നെ അത്രമേൽ വാച്ച് ചെയ്തു. ഞാൻ ഇന്നൊരുത്തി വീഡിയോ പോസ്റ്റ് ചെയ്ത് അല്ല ലൈവ് കണ്ടാണ്, എനിക്ക് നമ്മുടെയൊക്കെ പേര് വേണം അവൾക്ക് റീച്ച് കിട്ടാനെന്ന് പറഞ്ഞിട്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അവളെ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് നോക്കിയാൽ കാണാം ആർക്കാ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. എന്നിട്ടും 4, 3, 8 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അഹങ്കാരത്തിന്, കുഞ്ഞുകുണലിൽ പറയും പോലെ അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്ത ചില ജന്തുക്കളുണ്ട് കേട്ടോ. ഇവരുടെ വിചാരം ഇവരുടെ പേരാണ് നമ്മളെ പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം എന്നെ ഇട്ട് ഇന്നലെ താങ്ങിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മെല്ലെ കോപ്പി എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണേ. എനിക്ക് മാത്രം ട്രൗസർ അടിച്ചാൽ മതിയോ? കഥ പറയാതെ കമൻറ്റ് വായിക്കും. ഞാൻ കമൻറ്റ് ഇങ്ങനെ വായിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇതാ അടിപൊളി, സുന്ദരി, ഒന്നെങ്കിൽ ഇങ്ങനത്തേതായിരിക്കും. എടി പെണ്ണെ, നീ എത്ര
പോറ്റുന്നത്. അല്ല, കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ ഞാൻ ഏതായാലും വന്നില്ലല്ലോ ലത ചേച്ചി. പണ്ടൊക്കെ നിങ്ങൾ നോക്കില്ല ചേച്ചി, നമുക്കൊക്കെ അടുത്ത അയൽവക്കത്തൊക്കെ പോയിട്ടായിരിക്കും കഥ പറയാനൊക്കെ ഉണ്ടാവുക, കൂട്ടുകാരികളൊക്കെ ഒത്ത് കഥ പറയാൻ. ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ്, ലൈവ്. നീളം എത്ര ഉണ്ട് ചോദിച്ചത്, എന്തിൻ്റെ നീളാണ് നാസറേ? ഇനി അങ്ങനെ ചോദിക്കല്ലേ, ഞങ്ങൾ തെറ്റിദ്ധരിക്കട്ടോ നാസറേ. ഇത്ത മേരെ ആണോ? തൻ്റേതല്ലാത്ത കാരണവശാൽ ഒന്ന് കഴിഞ്ഞതാ. മൂക്കുത്തി വാങ്ങിയോ? മൂക്കുത്തി എത്ര ആയല്ലടാ? നീ എന്നാ ഒന്ന് കാണണം കേട്ടോ ഖൈറുന്നീസേ. ഞാൻ എല്ലാവരെ കുറിച്ചും വീഡിയോ ചെയ്യാറുണ്ട്, നിന്നെക്കുറിച്ചും ഞാൻ ചെയ്യും. ഈ കമൻറ്റും കൂടി അങ്ങ് ഇട്ടേക്കാം, നമുക്കൊരു ഗുമ്മ് വേണ്ടേ ഖൈറുന്നീസേ. അപ്പം ഖൈറുന്നീസിനെ കെട്ടിയോൻ എന്നെ വന്ന് തട്ടുമെന്നുള്ള കാര്യം കൂടി അവളൊന്ന് പറയണ്ടേ. അവളൊരു കുപ്പായ പാവത്തയായിട്ട് വന്നിക്ക്. നിങ്ങൾക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഇത്ര പേടിയുണ്ട്, പിന്നെ എന്തിനാ ഇങ്ങനെ കമൻ്റ് ഇടാൻ വരുന്നത്? വായിക്കോ? എന്താ വായിക്കണ്ടേ? മക്കളെവിടെ? ഒരുത്തി ഇവിടെ കുളിത്തിരുന്ന് ഉറങ്ങുന്നു, ഒരുത്തന്നെ അവിടെ കുളിത്തിരുന്ന് ഫോണിൽ കളിക്കുന്നു. സ്കൂളിൽ പോകാറുണ്ടോ? ഉണ്ട്. ഹായ് ഹായ്. അപ്പം ഒരുപാട് സമയം ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു. വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ ആളോട് മക്കളെവിടെ? ഞാൻ പറഞ്ഞല്ലോ. കൂടുതൽ കളിച്ചാൽ പിൻ ചെയ്ത് വെക്കും. ഇല്ലതെ ചേച്ചി, ഇവരുടേതൊന്നും പിൻ ചെയ്ത് വെക്കല്ല ചെയ്യണ്ടേ, ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുക്കും. അപ്പോൾ ഇവരുടെ പേര് യൂട്യൂബിൽ അടിക്കുന്ന സമയത്ത് ഇവരുടെ പ്രൊഫൈൽ വരും. അപ്പോൾ പ്രൊഫൈൽ വന്നാൽ ഇവരുടെ ഫോട്ടോ നമുക്ക് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റും. ഈ പ്രൊഫൈലുള്ള ആൾക്കാരുടെ, ഫോട്ടോ ഉള്ള ആൾക്കാരുടെ കമൻറ്റ് മാത്രമേ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് അവർക്കിട്ട് ഒരു മറുപടി വാങ്ങി കൊടുക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ വരും ഒരു ഹായ് തരാമല്ലോ. നല്ല പ്രൊഫൈൽ കേട്ടോ, എനിക്കിഷ്ടമായി. ഒറിജിനൽ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ എൻ്റെ കമൻറ്റ് വായിക്കാഞ്ഞിട്ടാണ് കാണാഞ്ഞിട്ടല്ല, ഇത് ഇപ്പം ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണാഞ്ഞിട്ടാണ് കേട്ടോ. അല്ലെ നിങ്ങളെനിക്ക് പേടിയാലത് ചേച്ചി, സത്യം പറയാം, ഞങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ കമൻറ്റ് വായിക്കുന്നത്, അല്ലാണ്ട് സ്നേഹം കൊണ്ടൊന്നല്ല കേട്ടോ. എന്നിട്ടുണ്ടല്ലോ, ഇവന്മാരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞിട്ട് വാട്സപ്പിൽ വരും, അറിയാതെ പറ്റിപ്പോയതാ, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യോ, ഞങ്ങളെ കാല് പിടിച്ച് മാപ്പ് പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സെൻഡ് അടിച്ചിട്ട് വരും. നമ്മളുണ്ടോ നോക്കുന്നത്? നല്ല ചിരി, സുഖാണോ? അതെ, ഈ ചിരിയുടെ പിന്നിൽ ഒരുപാട് കരച്ചിലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്. അതിനെൻ്റെ 3ാമത്തെ വായിച്ചില്ലല്ലോ, ഞാൻ കണ്ടില്ലാണോ? കണ്ടാൽ ഞാൻ വായിക്കൂലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഈ മതം ഇങ്ങനെ പറയാഞ്ഞിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ടോ? കാതിൽ മാലയാണോ? ഇത് മാലയല്ല, കമ്മലാണ്. നിങ്ങൾക്ക് മാലയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് കമ്മലാണ്. നമസ്കാരം. ഒന്ന് വായിക്കോന്ന്. എന്താണ്? പൊന്നാരല്ലത് ചേച്ചി, ഇപ്പം തുടങ്ങിയെല്ലാം കുളിച്ചിട്ട് വരാം. അല്ല പെണ്ണേ, ഈ സമയത്തൊക്കെ കുളിക്കുമ്പോൾ എനിക്ക് തണുക്കൂലേ? എൻ്റെ ചേച്ചി ഗോകുൽ കൃഷ്ണൻ, എൻ്റെ കണ്ണൻ ഇന്ന് തിരിച്ചു പറയണമെന്നുണ്ട്. ഇബ്ബ ഒന്ന് വായിക്കുമോ?
ഇബ എന്നല്ലേ പേര്. വായിച്ചു. വിഷയം ആരും കുളിച്ചിട്ട് വരാന്ന് പറയുന്നില്ല. ഹലോ എന്നല്ലേ അത് ചേച്ചി. അണക്ക് പ്രാന്ത്. അതെ, എനിക്ക് പ്രാന്താണ്. എനിക്കിന്നില്ല, ലോകത്തിൽ ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യർക്കും ഭ്രാന്തുണ്ട്. അങ്ങനെ ഞാൻ പറയില്ല ധനീഷ് ചേട്ടാ. ഞാൻ ആരെയും വിമർശിക്കാനും ഇതാക്കാനും പറ്റൂല. കുറേ കമൻ്റ് ഇട്ടൊന്നും വായിച്ചില്ല. വിവേകേട്ടാ കാണാഞ്ഞിട്ടോ, നിങ്ങൾ തന്നെ കാണുന്നില്ലേ വിവേകേട്ടാ? സ്ക്രീൻ ഇങ്ങനെ സ്പീഡിൽ പോവുക ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ സ്പീഡിൽ വായിക്കാൻ കിട്ടൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വായിക്കാതെ കുറേയൊക്കെ മുക്കുന്നത്. ഹായ് 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 ഫാത്തിമ ഗ്ലാസ് എനിക്ക് ചേച്ചി കണ്ണൻ്റെ നക്ഷത്രമാണ്. എൻ്റേത് രോഹിണി. നല്ല ചീത്ത പറഞ്ഞാലൊന്നും ഇവർ പോലാന്നേ. ഇവർക്കൊക്കെ വന്നിട്ട് മതം 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 മതം. ഞാൻ മുസ്ലിം, ഞാൻ ഹിന്ദു ആണോ, ഞാൻ ക്രിസ്ത്യാനിയാണോ? കുറച്ചുകൂടെ തെറി കേട്ടിട്ട് പോവാം. എനിക്കിത് പുത്തരി അല്ല സലീന ഈ തെറി കേൾക്കുന്നത്. ഞാൻ തെറി കേൾക്കൽ തുടങ്ങിയിട്ട് 13 കൊല്ലായി. ഇങ്ങനെയും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒളിഞ്ഞും മറിഞ്ഞും തെളിഞ്ഞും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതേപോലെ ഞാൻ തെറി കേൾക്കൽ തുടങ്ങിയിട്ട് 13 വർഷമായി. അപ്പം ഇപ്പോൾ ചെവിക്കൊക്കെ ഭയങ്കര ഉറപ്പായി തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ വലിയ തെറിയും ഈ കമൻറ്റ് ബോക്സ് തുറക്കുന്ന സമയത്ത് ആദ്യമൊക്കെ കരച്ചിലായി വരിക. പഠിച്ചോനെ എന്നെ പറ്റി ആയിടോ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. 1 സെക്കൻഡ് ഗൈസ്. ഹലോ ഹലോ. ആ ഷാനുൻ്റെ എന്താ ഓൺലൈനിലോ? ഇടയ്ക്ക് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ലൈവിൽ 1 മിനിറ്റ്. ഒരു മിനിറ്റ് ഗൈസ്, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മോനെ ഷാനുഖാൻ ഓൺലൈനിൽ കാണിക്കുന്നൊന്ന് നോക്ക്. ഇൻസ്റ്റയിൽ ലാസ്റ്റ് സീൻ കാണിക്കുന്നില്ലല്ലോ. ഇങ്ങനെ നോക്കിയാൽ മതി, കമൻറ്റ് നോക്കിയാൽ മതി. ഇത് നോക്കിയാൽ മതി, മെസ്സേജ് നോക്കിയാൽ മതി. അപ്പം ഗൈസ് ഞാൻ മെല്ല അത് പറയല്ല ചേച്ചി, അതെനിക്കൊരു സിസ്റ്റർ വിളിച്ച് പറഞ്ഞതായ ഒരു നോക്കാൻ. അപ്പം മെല്ല ഗൈസ് ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ, പിന്നെ വരാട്ടോ നാളെ. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവരോടും തെറി വിളിച്ചവരോട് വീട്ടിൽ പോയി വിളിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം വൈൻഡപ്പ് ചെയ്യാണ്.
കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഇല്ലല്ല കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചാൽ പറഞ്ഞുതരാമല്ലോ ഇത് ചേച്ചി, ഞങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. നാളെ മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചു, വിട്ടുപോയതാ. പിന്നെ മോളെ ഓണം പ്രോഗ്രാം കഴിഞ്ഞോ? ഓണായില്ലല്ലോ ചേട്ടനാ ചേച്ചിയോ? ചേട്ടനാ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തായെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറയാണ്. അതേപോലെ കമൻ്റ് ഇട്ട എല്ലാവരോടും താങ്ക്സ്. തെറി വിളിച്ചവരോട് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കേട്ടോളി. വീട്ടിൽ പോയി മാതാപിതാക്കളെ വിളിക്കുക, എൻ്റെ ലൈവിൽ വന്നിട്ടല്ല വിളിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നാളെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും